രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. ജെറമ്യ 1:5. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപമെടുക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോഴേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിക്ഷേപിച്ചു. ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞതാണ് എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈശോയുടെ സൗഖ്യത്തിൻ്റെ കരസ്പർശം ഇന്ന് നീളുന്നത് യുവജനങ്ങളുടെ വിശുദ്ധിയുടെ മേഖലകളിലേക്കാണ്. യുവസഹജമായ മോഹങ്ങളിൽപ്പെട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധവും ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ലാതെ കടന്നു പോകുന്ന യൗവനങ്ങളെ ഇന്ന് ഹീലിംഗ് ടച്ച് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം സ്വർഗത്തിൽ നിന്ന് ഓരോ വ്യക്തികളെയും തൊടുവാൻ കടന്നു വരികയാണ്. സകല യുവജനങ്ങളും സകല കുടുംബാംഗങ്ങളുമായി ഒന്നിയേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. ഓരോ സാഹചര്യവും ദൈവം ഇന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം ഒന്ന് മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് സമർപ്പിക്കാൻ തയ്യാറെങ്കിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ തൊടുവാൻ തയ്യാറാണ്. നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ നീ പകച്ചു നിൽക്കുകയാണോ? കുഞ്ഞുനാൾ മുതൽ നീ പുലർത്തിയ വിശുദ്ധി പതിയെ പതിയെ നിനക്ക് കൈമോശം വരുന്നുവോ? ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നീ മനസ്സിൽ വിധിയെഴുതിയോ? ഇതാ, രക്ഷകനായ യേശുനാഥൻ നിന്നെ ഏറ്റെടുക്കുന്നു. ഇനി നീ പഴയ വ്യക്തിയല്ല, യേശുവിൻ്റെ പൈതലാണ്. നിന്റെ സങ്കടങ്ങൾ എല്ലാം ഇതാ സന്തോഷമായി മാറുന്നു. വേദനകളെല്ലാം കൃപകളായി മാറുന്നു. ഇതാ, യേശുവിൻ്റെ കരസ്പർശം നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാ, രക്ഷകന്റെ കരം നിന്റെ കണ്ണീർ തുടയ്ക്കുന്നു. ഇതാ, കരുണയുടെ ദൈവപുത്രൻ കരം നീട്ടി നിന്നെ മാറോടു ചേർക്കുന്നു. യേശുവിൻ്റെ മുറിവേറ്റ കരം നിന്നെ സുഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യുവജനമേ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോ വ്യക്തിയും അനുഗ്രഹം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി അനുഗ്രഹത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അതിന് ചേർന്ന സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ അവൻ ക്രിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ചെറിയ പ്രായത്തിൽ അമ്മയുടെ കൈപിടിച്ച് ദേവാലയത്തിലും മറ്റ് വിശ്വാസത്തിൻ്റെ മേഖലകളിലും വളരെ നല്ല കുട്ടികളായി പഠനത്തിലും മറ്റ് സാഹചര്യങ്ങളിലും ഉയർന്നു നിൽക്കുന്ന കുട്ടികൾ യൗവനത്തോട് കടന്നു വരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ കോളേജ് ലൈഫിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ചില സാഹചര്യങ്ങളിലും ചില പ്രവൃത്തികളിലും അവരെവിടെയോ ഉടക്കിക്കിടക്കുകയും പിന്നീട് ജീവിതത്തിന് ചില നഷ്ടബോധങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുകയും അതവരുടെ ജീവിതത്തെ തന്നെ തകർക്കുകയും ചെയ്യുന്നതായി കാണുവാൻ പറ്റും. 2 തിമോത്തി 2:22 ബൈബിൾ വളരെ നിർണായകമായിട്ടാണ് സംസാരിക്കുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടി അകലുക. വിശ്വാസം,
നീതി, സ്നേഹം, സമാധാനം എന്നിവയെ ലക്ഷ്യം വെക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അസ്വസ്ഥത കടന്നു പോകുന്ന സാഹചര്യമാണെങ്കിൽ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ കൂടെ PG ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപാഠിയുടെ ഓർമ്മ എന്നെ വേട്ടയാടുന്നു. ഒരുമിച്ച് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും അറിയപ്പെടുന്നതും ഉന്നതമായ പഠനത്തിലൂടെയും കടന്നുപോയ വ്യക്തി ഏതോ സാഹചര്യങ്ങളിൽ തൊട്ട് എൻ്റെ റൂമിൽ തൊട്ട് പല സാഹചര്യങ്ങളിലും അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായി തുടങ്ങി. ഏതായാലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാകും എവിടെയാണ് എൻ്റെ ജീവിതത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ചരിത്രം പിന്നെ സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു നഷ്ടത്തിലൂടെ കടന്നുപോയി. ഉയരുവാൻ പറ്റാത്ത വിധം എവിടെയോ ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ ലോകത്തിൽ ഇല്ലാതാകുന്നത് പോലെ ആയി മാറി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പഠനമോ ഉന്നതമായ ജ്ഞാനമോ അല്ല ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുക. ഒരു വിശുദ്ധിയുടെ തലമില്ലാതെ ഒരു വ്യക്തിയും അനുഗ്രഹം കടന്നു പോകണമെന്ന് നിർബന്ധമില്ല. ഹെബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുക അസാധ്യമാണ്. ചരിത്രത്തിൽ പ്രത്യേകിച്ച് സയൻസിൽ ഒരു വളരെ വലിയ നിയമമുണ്ട്. നമ്മൾ അറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഭൂഗുരുത്വ ആകർഷണ നിയമം എന്ന് വെച്ചാൽ ലോ ഓഫ് ഗ്രാവിറ്റിയിലാണ് നമ്മളിവിടെ കടന്നു പോവുക. ദൈവത്തിന് പ്രിയപ്പെട്ട അല്ലയോ പ്രിയപ്പെട്ട കുഞ്ഞി, എന്താകാം ലോ ഓഫ് ഗ്രാവിറ്റി? ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യവും നമ്മൾ എന്തും മുകളിലേക്ക് എറിഞ്ഞാലും ഈ ഒരു ഫോഴ്സ് താഴേക്ക് വലിക്കുന്നത് കൊണ്ട് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എറിയുന്ന വസ്തു താഴേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് പ്രിയപ്പെട്ട ലോ ഓഫ് ഗ്രാവിറ്റി പോലെ വിശുദ്ധിയുടെ തലത്തില് പാപം നമ്മളെ വേട്ടയാടിയാൽ ലോ ഓഫ് സിന്നും ഇതുപോലെയാണ്. പാപം നമ്മളെ വേട്ടയാടുമ്പോൾ, ലോകം നമ്മളെ വേട്ടയാടുമ്പോൾ, യുവസഹജമായ മോഹങ്ങളിൽ ഞാൻ മുങ്ങിത്താഴുമ്പോൾ എൻ്റെ ബുദ്ധിയിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ വിദ്യാഭ്യാസത്തിലും എൻ്റെ ഉയർച്ചയിലും ഞാൻ എന്തെടുത്തെറിഞ്ഞാലും അവ താഴേക്ക് പതിക്കുവാൻ കാരണമാകും. പക്ഷേ ഓർക്കുക, ഈ ഭൂഗുരുത്വാകർഷണ നിയമം ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിന്റെ മുകളിലൂടെ ചില പക്ഷികൾ പറക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറക്കുന്ന ഈ എയറോഡൈനാമിക്സ് വേഷനിലുള്ള ഈ ഫ്ലൈറ്റുകളും മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ലോ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും ലോ ഓഫ് ഗ്രാവിറ്റിയെ ഈ ലോ ഓഫ് എയർ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞി, നിന്റെ ജീവിതത്തിലും പാപത്തിന്റെ ഒരു അംശം കടന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ ഒരു നിയമം ലോ ഓഫ് സിൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ചെയ്യുന്നതെല്ലാം ഒരു പരാജയത്തിന്റെ വക്കിലേക്ക് കൊണ്ടുപോകുവാൻ പാപത്തിന് കഴിയും, അശുദ്ധിക്ക് കഴിയും. അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യം കണ്ടെത്തുവാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഇന്ന് തൊട്ട് നമ്മൾ തിരിച്ചു വരേണ്ടത് ലോ ഓഫ് എയറിലേക്കാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിയമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പാപത്തിന്റെ നിയമത്തെ തകർത്തുകൊണ്ട് നമുക്ക് പറക്കുവാൻ പറ്റും. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് അകലുവാൻ പറ്റില്ല. അല്ലയോ യൗവനമേ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റുക? ഏത് സാഹചര്യമാണ് ഞാൻ മാറ്റിമറിക്കേണ്ടത്? ഈ മേഖലകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി നമ്മളെ ആക്രമിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുക സോഷ്യൽ മീഡിയാസ് ആണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്കും ഇന്റർനെറ്റും, ഹൈ സ്പീഡ് ഇന്റർനെറ്റും ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. വാട്സപ്പും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മോഹത്തിൽ ഇവ മുഴുവൻ ലോകത്തിൻ്റെതായി നമ്മൾ വിവക്ഷിക്കപ്പെടുമ്പോൾ ഓർക്കുക, പലതും നമ്മളെ വീഴ്ചയിലേക്ക് കൊണ്ടുപോകും. പഠനത്തിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടമാകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞി, ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മൊബൈലുകള്, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയകള് എൻ്റെ ആത്മീയ വശങ്ങൾക്കുപരിയായി, ദൈവത്തെ നേടേണ്ട സാഹചര്യങ്ങൾക്കുപരിയായി, എൻ്റെ നന്മയ്ക്കായി അല്ലാതെ ഞാൻ അവയൊക്കെ ഏറ്റെടുത്താൽ എൻ്റെ ജീവിതത്തിൽ അവ നഷ്ടമായി മാറും. അതുകൊണ്ട് ഇന്ന് ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ ഈ മീഡിയയുടെ എല്ലാ പ്രവണതകളും, അതോടൊപ്പം എൻ്റെ മൊബൈലിനോടുള്ള എല്ലാ ആസക്തികളും ക്രൂശിതനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്.
എൻ്റെ മാതാപിതാക്കൾ ആ കുട്ടിയുമായി പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നു. ആ കുട്ടിക്ക് പഠിക്കാനാവുന്നില്ല. കാരണം ആ ക്ലാസ്സിലെ ടോപ്പായിരുന്ന കുട്ടി ആ പ്രാവശ്യത്തെ എക്സാമിന് വളരെ ലോ പ്രൊഫൈലിലേക്ക് മാറിപ്പോയി. അവസാനം പ്രാർത്ഥിക്കുന്ന സമയം ഈ കുട്ടിയിൽ ഒരു പ്രത്യേക പ്രവണത കാണുവാൻ ഇടയായി. പ്രാർത്ഥനയുടെ അംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ തവണ കുട്ടി പഠിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ മൊബൈൽ എടുത്ത് നോക്കും. എവിടെയാണ് ഒരു മെസ്സേജ് വരിക, എവിടെയാണ് ഫേസ്ബുക്കിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. കിട്ടുന്നൊരു മെസ്സേജിൽ തന്നെ ഒരു സന്തോഷം കിട്ടുന്നത് പോലെ ആ കുട്ടി വീഴുകയാണ്. കർത്താവ് പറഞ്ഞു, തെറ്റാണ്, നീ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാതെ നിന്റെ ജീവിതം മാറില്ല. ഏതായാലും ആ കുട്ടി ആ പ്രശ്നത്തിൽ നിന്ന് കടന്നു വന്നു. അവസാനം എക്സാമിന് സാഹചര്യങ്ങളുടെ നടുവിൽ ബൈബിൾ എടുത്ത് ദൈവവചനത്തോടെ കടന്നുപോയ ആ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ ഉന്നതമായ ഒരു വിജയം കൊടുക്കുവാനും അവൾ മെഡിക്കൽ സയൻസിലേക്ക് കടന്നു പോകുവാൻ ദൈവം കാരണമാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സാഹചര്യത്തിൽ എനിക്കൊരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തെ വലിച്ചു പറിക്കുക. ഇതൊരു ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. ഒരു ഭൂഗർത്ത ആകർഷണ നിയമം പോലെ ഇതെന്നെ വലിച്ച് ചാടിക്കും. ഇവിടെ വീഴുവാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതിൽ നിന്ന് നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർന്നു പറക്കുവാൻ പരിശുദ്ധാത്മാവ് സാഹചര്യം തരും. രണ്ടാമതായി നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ മേഖല, നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടമാണിത്. നമ്മുടെ കൗമാരം യൗവനമായി മാറുമ്പോൾ ചില ലൈംഗികപരമായ മേഖലകളിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ചില സാഹചര്യങ്ങളിൽ എൻ്റെ അകത്ത് ചില ചിന്തകൾ കടന്നു വരും. അതെന്നെ ചില മേഖലകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് എന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറും ചില ചീത്തയായ പിക്ചറുകൾ, ചില ചീത്തയായ ഫിലിമുകൾ, പോണോഗ്രാഫി എന്ന പേരിൽ എൻ്റെ കണ്ണുകളിലേക്ക് കടന്നു വരും. അതുപോലെ അതെന്നെ സ്വയംഭോഗത്തിലേക്ക് അല്ലെ മാസ്റ്റുർബേഷനിലേക്ക് നടത്തുവാൻ കാരണമാകും. നമ്മൾ വിചാരിക്കും ഇതൊരു ശാരീരിക ക്രമമാകാമെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഓർക്കുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഇതിന് കാരണമാക്കുന്നത് ഒരു പ്രത്യേകമായ അന്ധകാരത്തിന്റെ മേഖലയാണ്. ഇവയെ ഞാൻ വലിച്ചു പറിക്കുന്നില്ല എങ്കിൽ ഞാൻ ഇതിന് അഡിക്ഷൻ ആകുകയും അതെന്റെ മെമ്മറിയെ, എൻ്റെ പഠനത്തെ, എൻ്റെ ഉയർച്ചയെ, എനിക്ക് പറക്കാൻ പറ്റുന്ന എൻ്റെ ചിറകുകളെ അത് കട്ട് ചെയ്യും. ഈ മേഖലയിൽ എവിടെയാണ് ഞാൻ വീണതെന്ന് കണ്ടുകൊണ്ട് ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 കൊരിന്ത്യർ 3:16 പറയുന്നത് പോലെ ഈ ജീവിതത്തിൽ നിന്ന് ഈ ഒരു ആത്മീയ മേഖലകളിലൂടെ ലൈംഗികപരമായ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും തിരികെ വരുവാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ പോണോഗ്രാഫിയും അതുപോലെ വരുന്ന സ്വയംഭോഗത്തിന്റെ എല്ലാ മേഖലകളും ചിലപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ ചെറുപ്രായത്തിലേക്ക് നീളേണ്ടി വരും. കാരണം നമ്മുടെ ചെറുപ്പത്തിലുണ്ടായ ചില മുറിവുകളും ഇതിന് കാരണമായി വരാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന ചില അബ്യൂസുകൾ, ചില മിസ്യൂസുകൾ നമ്മുടെ ഉള്ളിൽ മുറിവുകളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവ ഇതിലേക്ക് നീട്ടിയെടുക്കാം നമ്മുടെ ജീവിതം. പക്ഷേ ഓർക്കുക, ഇത് നിന്റെ ഐഡന്റിറ്റി ഒരു ക്രൈസിസ് ആക്കി മാറ്റും. നിനക്ക് ആളുകളുടെ മുന്നിലേക്ക് വരുവാൻ ഒരു പ്രശ്നമായി മാറും. ഓർക്കുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിൽ കിടക്കുന്ന ദൈവം പീലാത്തോസിന്റെ മുന്നിൽ ഒരു പ്രാവശ്യം പോലും തലകുനിക്കാൻ പറ്റാതെ വളരെ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തു എന്നുള്ളത് കാരണം ആത്മീയമായ ഉന്നതിയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ. മൂന്നാമത്തെ ഒരു വലിയ മേഖല നമ്മൾ കണ്ടെത്തേണ്ടത്, നമ്മൾക്ക് ഏതെങ്കിലും ചീത്തയായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ അപ്പൻ ഒരു വലിയ സ്ട്രിക്റ്റായ വ്യക്തിയാകാം, ചിലപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ മേലെ അധികം സമയമുണ്ടാകില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലോകത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി നമ്മുടെ ചിന്തകളിലേക്ക് അകത്ത് കയറാം. അങ്ങനെ കടന്നു പോകുമ്പോൾ അതൊരു ബന്ധമായി മാറുകയും ആ റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നതാകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇതുപോലുള്ള ചെറിയ ബന്ധങ്ങൾ ചില സ്നേഹത്തിന്റെ പേരിലും ചില ആശ്വാസങ്ങളുടെ പേരിലും നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ഓർക്കുക, അത് നമ്മുടെ വിശുദ്ധിയെ ബാധിക്കും. വിശുദ്ധി എന്ന് പറയുക ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ മേഖലകളിലൊക്കെ ഒരു വലിയ വിചിന്തനം എടുത്തുകൊണ്ട് ഒരു വിമോചനം ഏറ്റെടുക്കുവാൻ യൗവനമേ നീ തയ്യാറാകുമെങ്കിൽ ദൈവം നിന്നെ ഉന്നതനായ ഒരു വ്യക്തിയാക്കി മാറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഓർക്കുക, ദൈവത്തിന്റെ എല്ലാ ശിഷ്യന്മാരും യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 പേരും യൗവനത്തിന് തികവിലാണ് കടന്നു വന്ന ശിഷ്യന്മാരിൽ ഓർക്കുക, എല്ലാവരും മത്സ്യബന്ധവും മത്സ്യബന്ധനങ്ങളും അതുപോലെ ചേർന്ന ജീവിത രീതിയുള്ളവരായിരുന്നു. എന്ന് വെച്ചാൽ വളരെ വ്യക്തമായ ലാംഗ്വേജോ വളരെ സവിശേഷമായ ലാംഗ്വേജ് ഒന്നുമില്ലാത്ത വ്യക്തികളാണ് ഈ യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധരെന്ന് പറയാത്തവരെ ദൈവം വിശുദ്ധരാക്കി മാറ്റി.
ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിന് നിന്നെ തൊടുവാൻ ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഈ മേഖലകളെ ഇന്നൊന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് തെറ്റുവന്നത്? വിശുദ്ധിയുടെ മേഖലകളിൽ, യുവ സഹജമായ മോഹങ്ങളിൽ ഞാൻ കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. മൊബൈൽ ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്. പിന്നെയോ അത് ദൈവിക പദ്ധതിക്കല്ലാതെ, അതിൻ്റെ ആവശ്യത്തിനല്ലാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീഴുവാൻ അനുവാദം കൊടുക്കരുത്. ഫേസ്ബുക്കും ഇന്റർനെറ്റും നോക്കിയിരുന്നു കൊണ്ട് എൻ്റെ കടമ ഞാൻ പിൻചൊല്ലാതെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഓർക്കുക, യേശു ക്രിസ്തു വന്നത് മരണത്തിന് വേണ്ടിയാണ്, ജീവിക്കാനല്ല. ഈ മരണം ഏറ്റെടുത്ത് നമ്മൾക്ക് ജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തന്ന ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. അല്ലയോ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ദൈവത്തിന് നിന്നെ മാറ്റുവാൻ പറ്റും. സഭയോട് ചേർന്ന് അനുഗ്രഹമാകുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, കൈകൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാം. എവിടെയാണ് എനിക്ക് കുഴപ്പം? ഒരു ബൈനോക്കുലർ എടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വെച്ച് നോക്കുക. ഏത് മേഖലയിലാണ് ഞാൻ തെറ്റുപറ്റിയത്? 9 മാസം ചുമന്ന് എന്നെ പൊന്നുപോലെ കാക്കുന്ന എൻ്റെ അമ്മ ഇന്ന് ഞാൻ കള്ളം പറയുന്ന വ്യക്തിയായി മാറി. ആ മകളോട്, എൻ്റെ അപ്പനോട് എനിക്ക് ദേഷ്യമായി. എൻ്റെ പഠനത്തോട്, എൻ്റെ ജീവിതത്തോട് എനിക്ക് വിരക്തിയായി. നമുക്കൊന്ന് കർത്താവിന്റെ മുന്നിൽ വിട്ടുകൊടുക്കാം. ദൈവത്തിന് കഴുകാനാവാത്തതൊന്നും നിന്റെ മേൽ ഇല്ല. എത്ര കൊടിയ സാഹചര്യമാണെങ്കിലും ദൈവത്തിന് നിന്നെ മാറ്റുവാൻ പറ്റും. നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. യേശുവേ നിന്ന് വിളിക്കാം. ഓർക്കുക, യേശുവേ, ഈ നാമത്തിന് മുന്നിൽ എല്ലാ മുട്ടും മടങ്ങും. ഈശോയുടെ അതിദാരുണമായ പീഡകൾ നമ്മൾക്ക് സൗഖ്യമേകും. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ, നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ, നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ,
ഇതാ ദൈവപുത്രനായ യേശു നിന്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നു. അതെ, ദൈവപുത്രന്റെ കുരിശിനു താഴെ നിന്റെ തകർച്ചകളെല്ലാം ഉയർച്ചകളാകുന്ന അത്ഭുതം കുടികൊള്ളുന്നു. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. യേശു, അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇനിയും നീ വിലപിക്കരുത്. നിന്റെ തകർച്ചകളെ ഓർത്ത് കരയരുത്. ദൈവപുത്രനിൽ ആശ്രയം തേടിയ നീ നിരാശപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. കരുണയുള്ള ദൈവം നമുക്കാശ്രയിക്കാനുള്ള സങ്കേതമാണ്, കോട്ടയാണ്. യേശു സകല ചോദ്യങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ്. പ്രിയപ്പെട്ട മോനെ, അല്ലയോ മോളെ, ഒരു വിമോചനത്തിന്റെ ദിവസമാണിന്ന്. അനുഗ്രഹം തൊട്ടടുത്തുണ്ട്. ദൈവം ഇന്ന് നമുക്ക് തരുന്ന ഹോംവർക്കിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വചനം ജീവിതത്തെ മാറ്റിമറിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. ബൈബിൾ ഇങ്ങനെയാണ് പറയുക: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ഓർക്കുക, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഏത് പ്രഭാതത്തിലും അത് പുതിയതായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നെ ദൈവം വെറുത്തുവെന്നോ ഉപേക്ഷിച്ചുവെന്നോ തള്ളിക്കളഞ്ഞുവെന്നോ ഒന്നും കരുതണ്ട. ദൈവം ആരെയും തള്ളുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട കോഴ്സ് തിരിച്ചെടുക്കണം. വീണുപോയ പഠനം തിരിച്ചെടുക്കണം. വീണുപോയ ആ നല്ല സ്വഭാവം, പ്രത്യേകിച്ച് ആ പുഞ്ചിരി, ദൈവം നിന്നിലൂടെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് കാവലാകുന്നത് പരിശുദ്ധ അമ്മയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഓരോ സെക്കൻഡിലും ഒരു അനുഗ്രഹം ഏറ്റെടുക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്ന് ഏറ്റുപാടിക്കൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും തോറ്റുകൊടുക്കരുതേ. എഴുന്നേറ്റ് കഴുകനെ പോലെ പറക്കാതെ ജീവിതം വിട്ടുകൊടുക്കരുതേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ